പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. രാഹുൽ ഈശ്വറിനെതിരെ വീണ്ടും പരാതി. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായ ലൈംഗിക പീഡന കേസിലെ പരാതിക്കാരിയെ വീണ്ടും സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ച് വീഡിയോ ചെയ്തുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പരാതി നൽകിയിരിക്കുന്നത്. വീണ്ടും രാഹുൽ ഈശ്വറിന് ഉരുക്ക് മുറുകുകയാണെന്നുള്ള ചില വിവരങ്ങൾ ലഭിക്കുന്നു. ലൈംഗിക പീഡന കേസിലെ പരാതിക്കാരി, അതായത് നേരത്തെ രാഹുൽ ഈശ്വർ ഏത് കാര്യത്തിന് ഏത് കേസിന് ജയിലിൽ റിമാൻഡിൽ കഴിഞ്ഞോ അതേ പരാതി തന്നെ വീണ്ടും രാഹുൽ ഈശ്വറിനെതിരെ ഉണ്ടായിരിക്കുന്നു എന്നുള്ള ഒരു വിവരമാണിപ്പോൾ ലഭിക്കുന്നത്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായ ലൈംഗിക പീഡന കേസിലെ പരാതിക്കാരിയെ വീണ്ടും സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ച് വീഡിയോ ചെയ്തുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഒരു പരാതി രാഹുൽ ഈശ്വറിനെതിരെ വീണ്ടും വന്നിരിക്കുന്നത്. രാഹുൽ ഈശ്വറിൻ്റെ നടപടി ജാമ്യ വ്യവസ്ഥകളുടെ ലംഘനമാണെന്നും കേസെടുക്കണമെന്നും യുവതി നൽകിയ പരാതിയിൽ പറയുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസ് അന്വേഷിക്കുന്ന പ്രത്യേക സംഘത്തിന് നേതൃത്വം നൽകുന്ന AIG പൂങ്കുഴലിക്കാണ് പരാതി നൽകിയത്. നേരത്തെ യുവതിയെ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ചതിന് അറസ്റ്റിലായ രാഹുൽ ഈശ്വറിന് ദിവസങ്ങളോളം ജയിലിൽ കിടന്ന ശേഷമാണ് കോടതി ജാമ്യം ലഭിച്ചത്. നമുക്കറിയാം, ആ സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ജയിലിൽ നിരാഹാരം അനുഷ്ഠിക്കുന്നതൊക്കെ കണ്ടതാണ്. പിന്നീട് നിരാഹാരം അവസാനിപ്പിക്കാനായി കോടതി കടുത്ത താക്കീത് നൽകി നിർദ്ദേശം നൽകിയതുമൊക്കെ നമ്മൾ കണ്ടതാണ്. ശേഷം രാഹുൽ ഈശ്വർ പുറത്തു വന്നിട്ട് നടത്തിയ പ്രതികരണങ്ങളുമൊക്കെ നമ്മൾ കണ്ടു. ഇപ്പോൾ വീണ്ടും രാഹുൽ ഈശ്വർ ജാമ്യ വ്യവസ്ഥയിൽ നിൽക്കുന്ന രാഹുൽ ഈശ്വർ ആ ജാമ്യ വ്യവസ്ഥകൾ ലംഘിക്കുന്ന തരത്തിൽ ഒരു നടപടി സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ്, വിവരമാണ് ലഭിക്കുന്നത്. രാഹുൽ ഈശ്വർ വീണ്ടും സമൂഹ മാധ്യമങ്ങളിലൂടെ ആ പരാതിക്കാരിയെ അധിക്ഷേപിച്ചു എന്നുള്ള ഒരു വിവരം ലഭിക്കുന്നു. വീണ്ടും ആ പരാതിക്കാരി ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകുന്ന AIG പൂങ്കുഴലിക്ക് പരാതി നൽകിയിരിക്കുന്നു. ആ പരാതിക്കാരി നേരത്തെ ആ യുവതിയെ അധിക്ഷേപിച്ച അതേ കേസിൽ ജാമ്യവ്യവസ്ഥയിൽ തുടരുകയാണ് രാഹുൽ ഈശ്വർ എന്നുള്ളതാണ് ഈ കേസിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തെ, ഈ ഒരു വാർത്തയെ സംബന്ധിച്ച് ഏറ്റവും ശ്രദ്ധേയമായൊരു കാര്യം. വീണ്ടും രാഹുൽ ഈശ്വറിന് കുരുക്ക് മുറുകുന്നു. ഇനി അടുത്ത നടപടി എന്താണെന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. രാഹുൽ ഈശ്വറിനെതിരെ വീണ്ടും യുവതിയെ, പരാതിക്കാരിയെ, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പീഡിപ്പിച്ചു എന്ന് പരാതി നൽകിയ അതേ പരാതിക്കാരി വീണ്ടും തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ചു രാഹുൽ ഈശ്വർ എന്ന് ഒരു പരാതി വീണ്ടും നൽകിയിരിക്കുന്നു.